ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. സുതാര്യ ഭരണം ഉറപ്പു നൽകി 16ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം വേഗമേറിയതാക്കാനും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രധാന പദ്ധതികളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്ന് വിമർശനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിലെത്തും. തെക്കുപടിഞ്ഞാറൻ മൺസൂണിൽ രാജ്യത്തെ കുറി മഴ സാധാരണയേക്കാൾ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോങ്കോയിൽ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്ന് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. സുതാര്യ ഭരണവും കരുണാദ്ര സമീപനവും ഉറപ്പു നൽകി 16ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ജനജീവിതത്തെ സ്പർശിക്കുന്ന വിധത്തിൽ സംസ്ഥാനത്ത് വികസനം നടപ്പാക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതുമാക്കും. മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാൻ ധവളപത്രം പുറപ്പെടുവിക്കും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് ഉറപ്പു നൽകിക്കൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. കൃഷി സർക്കാരിന്റെ മുൻഗണന ആയിരിക്കുമെന്നും കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും ഗവർണർ വ്യക്തമാക്കി. Agriculture remains a key priority of my government. My government believes that public institutions become strong only when they enjoy the trust of the people. My government will leverage modern technology to boost production and productivity, reduce cultivation costs, promote mechanization, and encourage secondary agriculture. പെൺകുട്ടികൾക്ക് മാസത്തിൽ 3 ദിവസം ആർത്തവ അവധി നൽകുന്നത് പരിഗണനയിലുണ്ടെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞു. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കും. എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. എല്ലാ നഗരങ്ങളും വയോജന സൗഹൃദമാക്കും. പോലീസിൽ സമഗ്ര പരിഷ്കരണം കൊണ്ടുവരും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തുമെന്നും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലതെന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ നയപ്രഖ്യാപനത്തിൽ ഗവർണർ ഉദ്ധരിച്ചു. നയപ്രഖ്യാപന പ്രസംഗത്തിനായി സഭയിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രി VD സതീശനും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫും ചേർന്നാണ് സ്വീകരിച്ചത്. വന്ദേമാതരവും തുടർന്ന് ദേശീയഗാനവും ആലപിച്ച ശേഷമായിരുന്നു ഗവർണറുടെ പ്രസംഗം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതീക്ഷയ്ക്കൊത്ത നയപ്രഖ്യാപനമായിരുന്നില്ല ഗവർണറുടേതെന്നും പ്രധാന പദ്ധതികളെക്കുറിച്ച് പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഖജനാവിലെ നീക്കിയിരിപ്പിനെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പ്രതിപാദിച്ചിട്ടില്ലെന്നും കൃത്യമായ കാഴ്ചപ്പാടില്ലാതെയുള്ള പ്രഖ്യാപനമാണ് നടന്നതെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ബംഗളൂരുവിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചേർന്ന് സ്വീകരിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷന്റെ 45ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ദാവൺഗരയിൽ യൂണിവേഴ്സിറ്റി BTD കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ നാളെ പനാജിയിൽ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിൽ SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്ത ശേഷം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ശ്രീ CP രാധാകൃഷ്ണൻ കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച ചർച്ചകൾ ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാക്കാൻ ധാരണ. പരസ്പരം പ്രയോജനകരമായ വിധത്തിലായിരിക്കും കരാറെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും കനേഡിയൻ വ്യാപാര മന്ത്രി മനീന്ദർ സിന്ധുവും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. ഉഭയകക്ഷി വ്യാപാരം ശക്തമാക്കാനും ഇന്ത്യ കാനഡ വ്യാപാര നിക്ഷേപ ഫോറത്തിൽ ധാരണയായി. ഭീകരതയ്ക്കെതിരെ കാര്യക്ഷമമായ നടപടി സ്വീകരിക്കണമെന്നും ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇക്കാര്യത്തിൽ രാഷ്ട്രങ്ങൾ സ്വന്തം നിലപാടുകൾ വിലയിരുത്തണമെന്നും റഷ്യയിൽ അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. Terrorism constitutes one of the most serious threats to international security, and he felt that this is something for which all international security experts must address this threat. It is an antithesis of everything that humanity stands for. India has been a victim of state-sponsored terrorism.
മോസ്കോയിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തിലും സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള ഉന്നത പ്രതിനിധികളുടെ യോഗത്തിലും ശ്രീ അജിത് ഡോവൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. കച്ചിലെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന അദ്ദേഹം BSF ബോർഡർ ഔട്ട്പോസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഭുജിലെ BSF ആസ്ഥാനത്ത് നടക്കുന്ന ഉന്നതതല യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലയളവിൽ രാജ്യത്ത് ഇക്കുറി സാധാരണയേക്കാൾ കുറഞ്ഞ തോതിലുള്ള മഴ മാത്രമായിരിക്കും ലഭിക്കുകയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ശരാശരി 90% മഴ ലഭിക്കാനാണ് സാധ്യത. കാലവർഷത്തിനിടയിൽ എൽനിനോ പ്രതിഭാസം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഭൗമശാസ്ത്ര മന്ത്രാലയം സെക്രട്ടറി ഡോക്ടർ M. രവിചന്ദ്രൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു. 2026 के मानसून ऋतु जून से सितंबर के दौरान पूरे देश में सामान्य से कम बारिश होने का सबसे ज्यादा संभावना है. दक्षिण पश्चिम मानसून ऋतु जून से सितंबर 2026 में उत्तर पूर्व भारत में सामान्य वर्षा होने का संभावना है. ये सामान्य का अर्थ है कि लॉन्ग पीरियड एवरेज का 94 to 106%. ജൂൺ മാസത്തിൽ രാജ്യത്ത് പൊതുവെ മഴ കുറവായിരിക്കുമെന്ന് IMD ഡയറക്ടർ ജനറൽ ഡോക്ടർ മൃത്യുഞ്ജയ് മൊഹാപാത്ര പറഞ്ഞു. ജൂണിൽ ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, ബീഹാർ, ഒഡീഷ, ഛത്തീസ്ഗഡ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ ശക്തമായ ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ട്. കേന്ദ്ര സർവകലാശാലകളിലെ വിവിധ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷകളുടെ പുതുക്കിയ തീയതികളും അഡ്മിറ്റ് കാർഡുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഈ മാസം 31, അടുത്ത മാസം 6, 7 തീയതികളിലാണ് പരീക്ഷകൾ നടത്തുക. ഞായറാഴ്ച പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡുകൾ CUET.NTA.nic.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാമെന്ന് NTA അറിയിച്ചു. ഇന്ന് UN സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലന ദൌത്യങ്ങൾക്കായി ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കുന്നതിനായാണ് എല്ലാ മെയ് 29-നും ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന UN സമാധാന പാലകർക്ക് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ആദരമർപ്പിച്ചു. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോങ്കോയിലെ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്നും ലോകാരോഗ്യ സംഘടന കൃത്യമായ ഇടപെടലാണ് നടത്തുന്നതെന്നും WHO മേധാവി ടെഡ്രോസ് അദാനം ഗബ്രിയോസിസ് കോങ്കോ തലസ്ഥാനമായ കിൻഷാസയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകാരോഗ്യ സംഘടന ഒപ്പമുണ്ടെന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നതിനാണ് കോങ്കോയിൽ എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. 238 മരണങ്ങളും 1000-ലധികം എബോള കേസുകളുമാണ് ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. IPL ക്രിക്കറ്റ് 2ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡിഗഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30-നാണ് മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാൻ ഇന്നുകൂടി അവസരം. 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, MyGov ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് ഈ മാസം 31-നാണ്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകളുടെ നിയന്ത്രണം എയർ ഇന്ത്യ ജൂലൈ അവസാനം വരെ നീട്ടി. ജൂൺ അവസാനം വരെയായിരുന്നു സർവീസുകൾ എയർ ഇന്ത്യ മുൻപ് നിർത്തിവച്ചിരുന്നത്. ഇന്ത്യയിലേക്കുള്ള എണ്ണ ടാങ്കറായ സിസോസ് കൊറോസ് ഹോർമൂസ് കടലിടുക്ക് കടന്നു. ജൂൺ 3-ഓടെ കപ്പൽ വിശാഖപട്ടണത്ത് എത്തിച്ചേരും. പ്രധാന വാർത്തകൾ വീണ്ടും. സുതാര്യ ഭരണം ഉറപ്പു നൽകി 16ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം വേഗമേറിയതാക്കാനും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രധാന പദ്ധതികളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്ന് വിമർശനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിലെത്തും. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ രാജ്യത്തെ ഇക്കുറി മഴ സാധാരണയേക്കാൾ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോങ്കോയിൽ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്ന് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റ് 2ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.